എന്റെ തോട്ടത്തിൽ പാകമായി വരുന്ന റംബുട്ടാനിൽ കുറച്ച് ഇന്ന് വിളവെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഹോം ഗ്രൗണ്ട് യെല്ലോ റംബുട്ടാൻ ഇനമായ E35 ആണ്. ഈ മരത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചധികം റംബുട്ടാൻ കൂടുതൽ പിടിച്ചിട്ടുണ്ട്. 2-3 തവണയായിട്ട് കുറച്ച് പഴങ്ങൾ നേരത്തെ ഞാൻ വിളവെടുത്തിരുന്നു. മറ്റു റംബുട്ടാൻ വെറൈറ്റികളെ അപേക്ഷിച്ച് വലിപ്പം ഒരു അല്പം കുറവാണെന്ന് തോന്നുന്നു ഈ വെറൈറ്റിക്ക്. ഇന്നത്തേക്ക് ആവശ്യമായ യെല്ലോ റംബുട്ടാൻ പറിച്ചെടുത്ത ശേഷം ചുവന്ന വെറൈറ്റിയായ N18 റംബുട്ടാനിൽ പാകമായി നിന്ന 2-3 പഴങ്ങളും പറിച്ചെടുത്തു. ഇത് കണ്ടോ, ഈ ചുവപ്പ് റംബുട്ടാനിൽ സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ ഫ്ലഷ് ഉണ്ട്, തരക്കേടില്ലാത്ത മധുരവും ഉണ്ട് ഇതിന്. ഇത് യെല്ലോ റംബുട്ടാനാണ്. ചുവന്ന റംബുട്ടാന്റെ അത്രയും വലിപ്പം ഇതിനില്ല. എന്റെ അഭിപ്രായത്തിൽ N18 റംബുട്ടാനേക്കാൾ കുറച്ചുകൂടി മധുരം ഈ യെല്ലോ വെറൈറ്റിക്കാണെന്ന് തോന്നുന്നു. ഇന്ന് വിളവെടുത്ത റംബുട്ടാനുമായി വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ പതിവ് പോലെ പപ്പായ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനായി പപ്പായ ചെടിയുടെ അടുത്തെത്തി. തരക്കേടില്ലാത്ത മധുരം മാത്രമേ ഈ നാടൻ പപ്പായക്കുള്ളൂവെങ്കിലും മറ്റു വെറൈറ്റികളെ അപേക്ഷിച്ച് ഒരുപാട് പപ്പായകൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ മറ്റു പഴങ്ങളൊന്നും കഴിക്കാൻ കിട്ടാത്ത ദിവസങ്ങളിലും എനിക്ക് പപ്പായ കഴിക്കാൻ കഴിയാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.